പൊതുവെ നമുക്കറിയാം അനുമോള് സ്ഥിരം കരയുന്ന ആളാണ്, പെട്ടെന്ന് കാര്യങ്ങൾക്ക് കരയുന്ന ആളാണ് വീട്ടില്. പക്ഷെ അതിനുള്ളില് എപ്പോഴും കരയുന്ന കാണുമ്പോ പുറത്തുള്ളവർ പറയുന്നത് അത് അവളുടെ സ്ട്രാറ്റജി ആണ്, ഓഡിയൻസിന്റെ സിമ്പതി കിട്ടാനായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അതിന് എന്താ പറയാനുള്ളത്? ഇല്ല, ഒരിക്കലും ഇല്ല. അവളെ മനസ്സിലാകുന്നവർക്ക് കറക്റ്റ് അറിയാം അവൾ എന്താണ്, അവളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതായാലും അവളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലിയിലുള്ളവർക്കും കറക്റ്റ് അറിയാം. പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ, മറ്റുള്ള കാണുന്നവർക്ക് അറിയില്ലല്ലോ. ഉള്ളിലുള്ളവർക്ക് ഇപ്പൊ മനസ്സിലായി വരുന്നുണ്ട് എങ്ങനെയാണ്. പഴയ പ്രോഗ്രാംസിലും എല്ലാരും പറയല്ലോ അവള് കരയുമായിരുന്നു, സ്റ്റാർ മാജിക്കിലും കരയുമായിരുന്നു എന്ന് പറയുന്നത്. അത് പണ്ടേ അങ്ങനെയാണ്. സന്തോഷം വന്നാലും കരയും, അച്ഛനും അങ്ങനെയാണോ? എല്ലാവരും. അപ്പം നിങ്ങൾ അറിഞ്ഞുകൂടാത്തോണ്ട് പുറത്തുള്ളവർ ഇങ്ങനെ പറഞ്ഞോണ്ട്. അതെ, ഈ എല്ലാരും പറയുന്നു നമ്മളിപ്പോ കാണുമ്പോ അനുമോളെ ഭയങ്കര ഒറ്റപ്പെടുത്തിയതുപോലെ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? ആദ്യമൊക്കെ നല്ല പോലെ ഒറ്റപ്പെടുത്തിയ ഫീലിംഗ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാറി വന്നു. ഗെയിം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം വരുന്നത്. അതെല്ലാം പിന്നെ പുറത്തിറങ്ങി അവരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. അത് ഉറപ്പല്ലേ, അതങ്ങനെ ആയിരിക്കും. ഈ അനുമോൾ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുമ്പോ അമ്മയ്ക്ക് ഇങ്ങനെ വിഷമം വരാറുണ്ട്? നമ്മള് വിഷമം വരും, എന്നാലും നമ്മൾ ഗെയിം അല്ലേ, അത് നമ്മള് വിഷമിച്ചിട്ട് കാര്യമല്ലല്ലോ. പക്ഷെ അകത്തിരിക്കുന്ന അവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. പുറത്ത് നമുക്കറിയാം ഗെയിമാണെന്ന്. ഉള്ളിലുള്ളവർക്ക് ഒറ്റപ്പെടുമ്പോ ഒരു ഒറ്റയ്ക്കല്ലേ അതിനകത്ത്. നമുക്കിപ്പം എന്തെങ്കിലും സംസാരിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുണ്ടല്ലോ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്.